ട്രേഡേഴ്സ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ജസ്റ്റ് ഞാനൊരു എൻട്രി എടുത്തിട്ടുണ്ട്. 59,700 കോൾ ഓപ്ഷനാണ് ബൈ ചെയ്തത്. ഒരു ഫോളിംഗ് മാർക്കറ്റിലാണ് നമ്മൾ ആക്ച്വലി വന്ന് ബൈ ചെയ്തിരിക്കുന്നത്. ട്രെൻഡിൻ്റെ അഗനിസ്റ്റ് ഓവറോൾ ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ട്രെൻഡിൻ്റെ അഗനിസ്റ്റാണ് നമ്മൾ ബൈ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ട്രേഡ് എടുത്ത ഉടനെ നമുക്ക് എഗനിസ്റ്റ് ആയിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ചെറിയൊരു റെഡ് കാണിക്കുന്നുണ്ട്. നമ്മളുടെ പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ നമുക്ക് നമ്മളുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും കൂടെ ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്യാം. നമ്മളുടെ എൻട്രി പോയിൻ്റ് ആണ് ഈ ആക്ച്വലി ഹൊറിസോണ്ടൽ ലൈൻ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബ്ലൂ ലൈൻ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് അറിയാൻ പാടില്ലാത്ത അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഈ അറിയാൻ കുറേ പേര് നമ്മളുടെ ഗ്രൂപ്പിൽ ഇപ്പോൾ പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളും കൂടെ പറയുന്നത് കേട്ടോ. ജസ്റ്റ് നമ്മളുടെ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 439 നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കിട്ടിയത്. ഇപ്പോൾ ഒരു 426 നടക്കുന്നുണ്ട്. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് വന്നിട്ട് 411 412 ട്രിഗർ വന്നിട്ട് 412 ആണ്. ഒരു 1000 റുപ്പീസിൻ്റെ അടുപ്പിച്ച് ഇപ്പോൾ ഒരു നല്ലൊരു ഫോള് അല്ലെങ്കിൽ നമുക്ക് എഗനിസ്റ്റായിട്ട് മാർക്കറ്റ് നല്ലൊരു രീതിയിൽ നമുക്ക് എഗനിസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഒരു വറീസ് ഇത്രയേ ഉള്ളൂ. നമ്മളുടെ സെറ്റപ്പ് ഫോം ആയതിനു ശേഷം നമ്മളുടെ പ്രോപ്പർ സെറ്റപ്പിലാണ് നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തത്. ജസ്റ്റ് ഇനിയിപ്പോൾ എവിടുന്ന് മാർക്കറ്റ് നമുക്ക് റിവേഴ്സായി നമ്മളുടെ സ്റ്റോപ്പ് ലോസ് തരുവാണെന്നുണ്ടെങ്കിലോ നമുക്ക് നമ്മളുടെ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യാം. കാരണം നമ്മൾ പ്രോപ്പർ സെറ്റപ്പ് ഫോം ആയതിനു ശേഷം വെയിറ്റ് ചെയ്തതിന് ശേഷം പ്രോപ്പർലിയാണ് നമ്മളുടെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തത്. എക്സാക്ട്ലി നല്ലൊരു സ്റ്റോപ്പ് ലോസും കൂടിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വലിയൊരു സ്റ്റോപ്പ് ലോസ് അല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എഗനിസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഒരു 1300 1200 അടുപ്പിച്ച് ലോസ് റൺ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് എഗനിസ്റ്റ് ആയിട്ടാണ് മാർക്കറ്റ് കണ്ടിന്യൂസ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ട് ആദ്യത്തെ ഏതെങ്കിലും ഒരു ട്രേഡ് എടുക്കുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മളൊരു 489 ആണ് നമ്മളുടെ ടാർഗറ്റ് ഏരിയ വരുന്നത്. ജസ്റ്റ് മാർക്കറ്റിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു മൊമെൻറ്റം കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടുന്നൊരു റിക്കവറി പോസിബിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സെറ്റപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്തതും പ്രോപ്പർലി ഒരു അപ്പ് സൈഡിലേക്ക് ഒരു മൊമെൻറ്റം കാണിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ട്രേഡിൽ എൻട്രി എടുത്തത്. ട്രേഡ് എൻഡ് ചെയ്തതിന് ശേഷം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം നമ്മൾ ട്രേഡ് എടുക്കാനുള്ള റീസണും കാര്യങ്ങളൊക്കെ. ജസ്റ്റ് ഇപ്പോൾ ചെറിയൊരു ലോസ് റൺ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു ചെറിയ അപ്ഡേറ്റ് തരാനുള്ളത്, ഇനിയിപ്പോൾ കണ്ടിന്യൂസ്ലി ഞാൻ വീഡിയോസ് ഇടുന്നതായിരിക്കും. എനിക്ക് കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ടാണ് എനിക്കൊരു 1 മന്ത് ആയെന്ന് തോന്നുന്നു ഇപ്പോൾ വീഡിയോ ഇട്ടിട്ട്. പക്ഷേ ഞാൻ ട്രേഡുകൾ എടുക്കാറുണ്ടായിരുന്നു. വേണമെങ്കിൽ എൻ്റെ കയ്യിൽ അതിൻ്റെ റെക്കോർഡിങ്സും ഉണ്ട്. ഞാൻ അത് എഡിറ്റ് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, എൻ്റെ റോ വീഡിയോസ് കിടപ്പുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഞാൻ കമൻറ്റ് സെക്ഷൻ ഓഫ് ചെയ്തിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, ഇപ്പോൾ ഞാൻ ഈ ഒരു ട്രേഡിങ്ങിനെ കാണുന്നത് അല്ലെങ്കിൽ ഞാൻ ഈ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നത് ഞാൻ വലിയൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആയതുകൊണ്ടോ ഞാൻ വലിയൊരു ട്രേഡർ ആയതുകൊണ്ടോ എന്നല്ല. പക്ഷേ നമുക്ക് എഗനിസ്റ്റ് മാർക്കറ്റ് മൂവ് ചെയ്ത് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം ഭയങ്കര നെഗറ്റീവ് കമൻസ് ആണ്. അപ്പോൾ നമുക്കിപ്പോൾ നെഗറ്റീവ് കമൻസും എനിക്ക് പ്രശ്നമല്ല. നമുക്ക് ഓക്കെ ഫൈൻ. അപ്പോൾ ഈ നമുക്ക് ലോസ് അടിക്കുന്ന അന്ന് നോക്കിയിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ എന്തിനാണ് ചേട്ടാ നമ്മളുടെ വീഡിയോസ് കാണണ്ട എന്ന് പറഞ്ഞാൽ കൂടി ഇപ്പോൾ എന്ത് ചെയ്യാനാണ്. അപ്പോൾ എനിക്ക് യൂട്യൂബിൽ കൂടെ ചെയ്യാനുള്ളത് ഞാൻ എടുക്കുന്ന ട്രേഡുകൾ, അത് പ്രോഫിറ്റ് ആയാലും ശരി ലോസ് ആയാലും ശരി. ചിലപ്പോൾ ഒരാഴ്ച കണ്ടിന്യൂസ് പ്രോഫിറ്റ് ആയിരിക്കും, ചിലപ്പോൾ ഒരാഴ്ച കണ്ടിന്യൂസ് ലോസ് ആയിരിക്കും. കഴിഞ്ഞ ആഴ്ച എനിക്ക് കണ്ടിന്യൂസ് പ്രോഫിറ്റ് ആയിരുന്നു. എല്ലാ ദിവസവും ഞാൻ ഗ്രീനിലാണ് ഏൺ ചെയ്തത് പ്രീവിയസ് വീക്ക്. സോ അതിന് മുന്നിലത്തെ ആഴ്ച എനിക്ക് തോന്നുന്നു ലോസും പ്രോഫിറ്റും രണ്ടും മിക്സ്ഡ് ആയിട്ട് ഉണ്ടായിരുന്നു. ചിലപ്പം ഈ ആഴ്ച കംപ്ലീറ്റ്ലി ലോസ് ആയിരിക്കും, അടുത്ത ആഴ്ച കംപ്ലീറ്റ്ലി ലോസ് ആയിരിക്കും, ചിലപ്പോൾ രണ്ടാഴ്ചയും ലോസ് ആയിരിക്കും. അപ്പോൾ അതിപ്പം എൻ്റെ ഒരു പ്രോപ്പർ സെറ്റപ്പിൻ്റെ മേളിൽ മാത്രമാണ് ഞാൻ ട്രേഡ് എടുക്കുന്നത്. അതിപ്പോൾ ലോസ് വരുന്നത് എൻ്റെ കുറ്റമല്ല. ഇപ്പോൾ ലോസ് അല്ല, അതെല്ലാം പ്രോഫിറ്റാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ഉള്ള പൈസ എല്ലാം കൂടെ ഡിപ്ലോയിറ്റ് ചെയ്തിട്ട് അത്രയും ക്വാണ്ടിറ്റിയിൽ ട്രേഡ് എടുക്കില്ല. അപ്പോൾ ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്ത് ട്രേഡ് ചെയ്യുന്നു അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും എങ്ങനെ ആയാലും അത് നിങ്ങളെ കാണിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ എയിം. പക്ഷേ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഇട്ട് ഈ നെഗറ്റീവ് കമൻസ് വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും ട്രേഡ് എടുക്കുമ്പോൾ എൻ്റെ സൈക്കോളജിയെ തന്നെ അത് എഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. ലോസ് അടിക്കുമ്പോൾ ഇന്ന് നമുക്കത് വീഡിയോ ഇടുമ്പോഴത്തേക്കും പിന്നെയും നെഗറ്റീവ്സ് ആയിരിക്കുമല്ലോ എല്ലാവരും പറയുക. അങ്ങനെ ചിന്തിക്കാനേ പാടില്ല ആക്ച്വലി. പക്ഷേ അങ്ങനെ ചിന്തിക്കുന്ന ഒരു സ്റ്റേജിലേക്കൊക്കെ ഞാൻ വന്നു. അതെൻ്റെ ട്രേഡിങ്ങിനെ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങി, മനസ്സിലായോ. അപ്പോൾ ഇന്ന് തൊട്ട് എന്ത് പ്രോഫിറ്റ് ഓർ ലോസ്, ഇപ്പം ചിലപ്പോൾ ലോസ് ആയിരിക്കും അല്ലെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കും, എന്തും ആയിക്കോട്ടെ, എന്തായാണെങ്കിലും അങ്ങനത്തെ വീഡിയോസ് ആയിരിക്കും ഇടുക. ഞാൻ എന്ത് ചെയ്യുന്നു, അപ്പം അങ്ങനെ കാണാൻ താല്പര്യമില്ലാത്തവർ പ്ലീസ് വളരെ ഡൗൺ ടു എർത്ത് ആയിട്ട് എന്ന് പറയുവാണ്. നമ്മളിതൊരു ഞാൻ എടുക്കുന്ന ട്രേഡ് എന്നെക്കൊണ്ട് ആർക്കെങ്കിലും ഉപയോഗപ്പെടുന്നെങ്കിൽ ഉപയോഗപ്പെടാം.
ഉപകാരപ്പെടട്ടെ, ആർക്കെങ്കിലും ഇതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് മാത്രം ഈ വീഡിയോസ് ഇടുന്നതാണ്. ഇല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എനിക്ക് തന്നെ ഒരു റെഫറൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ഈ വീഡിയോ യൂട്യൂബിൽ ഇട്ട് തുടങ്ങിയത് തന്നെ. ഞാനൊരു കോഴ്സും കണ്ടക്ട് ചെയ്യാറില്ലല്ലോ, ഒരു സാധനം പോലും ഞാൻ ഇതിൻ്റെ അത് കണ്ടക്ട് ചെയ്യാറില്ല. അപ്പം ഞാനൊരു വലിയ ട്രേഡറാണ്, ഞാൻ എല്ലാവർക്കും കോഴ്സ് പഠിപ്പിച്ചു തരാമെന്നല്ല ഞാൻ പറയുന്നത് എൻ്റെ വീഡിയോസ്, ഞാൻ ചെയ്യുന്ന ട്രേഡുകൾ, അതിൻ്റെ ഒരു ഡിജിറ്റൽ ഡയറി മാർക്ക് ചെയ്ത് വയ്ക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. സോ അപ്പോൾ അങ്ങനെ ഈ ചാനൽ ചേട്ടൻ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പ്രോഫിറ്റും ലോസും കണ്ടിന്യൂസ്, ചിലപ്പോൾ ഒരു മാസം കണ്ടിന്യൂസ് ലോസ് ആണെങ്കിൽ കൂടി അങ്ങനത്തെ വീഡിയോസ് ആയിരിക്കും വരുന്നത്. സോ എന്തെങ്കിലും രീതിയിൽ എനിക്ക് മെസ്സേജ് ചെയ്യാനോ നമുക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ പ്ലീസ് ഡു മെസ്സേജ് ഇൻ ഇൻസ്റ്റാഗ്രാം. സോ ഏതായാലും നമുക്ക് എഗനിസ്റ്റ് ആയിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ട്. ഒരു 1600 1700 അടുപ്പിച്ച് ഇപ്പോൾ ലോസ് റൺ ചെയ്യുന്നുണ്ട്. ഏതായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ്, മാർക്കറ്റ് അത്യാവശ്യം നമുക്ക് ഫേവറായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് എഡിറ്റ് ചെയ്ത് നമുക്ക് നമ്മളുടെ ടാർഗറ്റിലേക്ക് ഒന്ന് പ്ലേസ് ചെയ്തേക്കാം. 489 നമ്മളുടെ ടാർഗറ്റ് വന്നിട്ട് 489 ആണ്. സ്റ്റോപ്പ് ലോസിനെ എഡിറ്റ് ചെയ്ത് ടാർഗറ്റിലേക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം കിട്ടിയതായിരുന്നു. മാർക്കറ്റ് അവിടുന്ന് വീണ്ടും റിവേഴ്സ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. എഗെയിൻ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് നമുക്കൊന്ന് പ്ലേസ് ചെയ്തേക്കാം. നമ്മൾ സ്റ്റോപ്പ് ലോസ് വന്നിട്ട് 411. നല്ലൊരു മൊമെൻറ്റം കിട്ടിയതായിരുന്നു ട്രേഡേഴ്സ്. വീണ്ടും അവിടുന്ന് മാർക്കറ്റ് നമ്മളുടെ എൻട്രി പോയിൻറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, സോറി, നമ്മൾ ടാർഗറ്റ് കൊടുത്തിട്ടിരിക്കുകയെന്നല്ലോ, അതല്ലായിരുന്നു എഡിറ്റ് ചെയ്യേണ്ടത്. ഫൈൻ. വീണ്ടും അവിടുന്ന് തന്നെ നമ്മളുടെ കോസ്റ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. സോ നല്ലൊരു മൊമെൻറ്റം കിട്ടിയ ട്രേഡായിരുന്നു. എന്നിട്ടും അവിടുന്നാണ് റിവേഴ്സിൽ വന്ന് വീണ്ടും മാർക്കറ്റ് നമ്മളുടെ കോസ്റ്റിലേക്ക് വീണ്ടും എത്തിയിരിക്കുന്നത്. ഏതായാലും കുഴപ്പമില്ല, നമ്മളുടെ സ്റ്റോപ്പ് ലോസുമായിട്ട് റെഡിയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് കണ്ടിന്യൂസ്ലി ഒരു ഡൗൺഫോൾ ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് മാർക്കറ്റിൽ ഇവിടുന്ന് ഇറങ്ങുന്നതായിരിക്കും. ഇപ്പോൾ വീണ്ടും നമ്മളുടെ കോസ്റ്റിൻ്റെ അടുത്ത് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. ഏതായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. മാർക്കറ്റിൻ്റെ മൊമെൻറ്റം എങ്ങനെയാണെന്ന് നോക്കാം. മാർക്കറ്റിൻ്റെ മൊമെൻറ്റം അനുസരിച്ച് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ്, എഗെയിൻ മാർക്കറ്റ് ഒരു അപ്സൈഡ് മൊമെൻറ്റം നമുക്ക് ഫേവറായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ട്. ഫൈൻ. നമ്മളുടെ ടാർഗറ്റിൻ്റെ വെരി ക്ലോസ് എത്തിയിട്ടുണ്ട്. നമ്മളുടെ ടാർഗറ്റ് 485 കാണിക്കുന്നുണ്ട്. 489 ആണ് നമ്മളുടെ ടാർഗറ്റ്. നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് എഡിറ്റ് ചെയ്ത് ടാർഗറ്റിലേക്ക് പ്ലേസ് ചെയ്തേക്കാം. 489 485 ഹൈ ആണ് ഇപ്പോൾ മാർക്കറ്റ് കാണിച്ചത്. ജസ്റ്റ് നമ്മളുടെ ടാർഗറ്റിനെ ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട് 489.
താഴത്തോട്ട് വന്ന് ഒരു ബ്രേക്ക് ഔട്ട് കാണിച്ചതിന് ശേഷമാണ്, ബ്രേക്ക് ഡൗൺ കാണിച്ചതിന് ശേഷമാണ് മാർക്കറ്റ് ഒരു കണ്ടിന്യൂസ് സബ്സൈഡ് മൊമെൻറ്റം കാണിക്കാൻ തുടങ്ങിയത്. ജസ്റ്റ് ഫ്യൂ 2 പോയിൻറ്റ്സ്. ഓക്കെ, നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. 489 ആയിരുന്നു നമ്മൾ കൊടുത്തിരുന്നത്. ഓവറോൾ ഒരു 4500 പ്രോഫിറ്റ് നമ്മളിന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അവിടുന്ന് ഒരു ഇത്രയും സമയം എടുത്തെങ്കിൽ കൂടി നമ്മളുടെ എൻട്രി ടൈം വന്നിട്ട് എത്ര മണിക്കായിരുന്നു? 4:20 10:20 ഇപ്പോൾ 10:20 നമ്മളുടെ എൻട്രി എടുത്തത്. എൻട്രി പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു ഏരിയയിൽ വരും. ഈ ഒരു ഏരിയയിലാണ് നമ്മളുടെ എൻട്രി എടുത്തത്. അതിനുശേഷം മാർക്കറ്റ് ഇത്രയും നേരം സൈഡ് വൈസ് ആയിരുന്നു. ഇപ്പോഴാണ് ഒരു മൊമെൻറ്റം കിട്ടിയത്. എനിക്ക് തോന്നുന്നത് ഇവിടുന്ന് ഇനിയും ഒരു കണ്ടിന്യൂസ് സബ്സൈഡ് മൊമെൻറ്റം ചെയ്യാനാണ് സാധ്യതയെന്നാണ്. സോ നമ്മൾ ഒരു ഡിസിപ്ലിൻ ട്രേഡ് എന്നുള്ള രീതിയിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റിനെ റെസ്പെക്റ്റ് ചെയ്ത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങുക എന്നുള്ളതാണ്. മാർക്കറ്റ് ഇത്രയും താഴത്ത് വന്ന് നമ്മളുടെ സ്റ്റോപ്പ് ലോസിന് തൊട്ടടുത്ത് എത്തിയിട്ടാണ് നമ്മളുടെ അവിടുന്ന് തിരിഞ്ഞാണ് മാർക്കറ്റ് നമ്മളുടെ ടാർഗറ്റിലേക്ക് എത്തിയിരിക്കുന്നത്. സോ എനിത്തിങ് ക്യാൻ ഹാപ്പൻ ആണ് മാർക്കറ്റ്. സോ